സംസ്ഥാനമാകെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ അനന്തു കൃഷ്ണൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിന് നിരവധി പ്രൊമോട്ടർമാരെ ഈ അനന്തു കൃഷ്ണൻ ഏർപ്പെടുത്തിയിരുന്നു. ഈ കണ്ണൂർ ജില്ലയിലും അത്തരത്തിൽ നിരവധി പ്രൊമോട്ടർമാരുണ്ട്. കണ്ണൂരിലെ ഈ പ്രൊജക്ടിൻ്റെ മാനേജർ രാജമണിയായിരുന്നു. മയ്യിൽ സ്വദേശിയാണ്. രാജമണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പലരും ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് രാജമണി തന്നെ നമ്മളോട് പറയും. ഈ അനന്തു കൃഷ്ണൻ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് എങ്ങനെയാണ് ഈ സീഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രാജമണി പറയും. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ ഇതിൽ പെട്ടുപോയത്? ആദ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് തിരുവനന്തപുരത്തുള്ള രജിതയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായത് നല്ലൊരു പ്രോജക്റ്റാണ് എന്നുള്ളത്. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. 2 വർഷം മുന്നേ വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോജക്റ്റ് അസിസ്റ്റൻ്റായിട്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്ത് പ്രോജക്റ്റ് തീർന്നതിന് ശേഷമാണ് ഞാൻ നാട്ടിൽ വന്നത്. അതിനുശേഷം ജില്ലാ പഞ്ചായത്തിൽ സുരക്ഷാ പ്രോജക്റ്റിൻ്റെ മാനേജറായിട്ട് കുറച്ച് നാളുകളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു പ്രോജക്റ്റ് രചിത പറയുന്നതും. അങ്ങനെ ആ പ്രോജക്റ്റ് നല്ല ഒരു പ്രോജക്റ്റാണ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പ്രോജക്റ്റാണ് എന്ന നിലയിലാണ് എന്നോട് സംസാരിച്ചതും. അപ്പോൾ ഓൺലൈൻ വഴി അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് എന്നെ എടുത്തിട്ടുള്ളത്. കണ്ണൂരിൻ്റെ ചാർജ് പ്രോജക്റ്റ് മാനേജറായിട്ട് എന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2023 ഒക്ടോബർ മാസമാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ഒക്ടോബർ മാസത്തിന് ശേഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ അനന്തു കൃഷ്ണൻ തന്നെ നേരിട്ടിട്ട് കണ്ണൂർ ജില്ലയിൽ ഗുരുഭവനിൽ വെച്ചിട്ട് അശോക കോംപ്ലക്സിൻ്റെ അവിടെയുള്ള ഗുരുഭവനിൽ വെച്ചിട്ട് ഒരു 1 ഡേ വർക്ക്ഷോപ്പ് നടത്തുകയും അതിലേക്ക് 5 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നായിട്ട് 200-ഓളം ആൾക്കാർ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഇത് നടത്തിയിട്ടുള്ളത്. അതിലാണ് ഈ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. യൂത്ത് ബ്രിഗേഡ്സ്, സെൽഫ് അവെയർനെസ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളാണ്. അതിന് വേണ്ടിയിട്ട് സീഡ് സൊസൈറ്റിയുടെ രൂപീകരണം നടത്താനും അവർക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഫോമുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടിരുന്നത്. അതുപ്രകാരം തന്നെ നമ്മൾ ആദ്യഘട്ടങ്ങളിൽ തന്നെ ലാപ്ടോപ്പുകളും 15ഓളം പ്രോജക്റ്റുകൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിൽ കുറച്ച് പ്രോജക്റ്റുകൾ കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ലാപ്ടോപ്പ്, 1000കണക്കിന് കുട്ടികൾക്ക് ഇൻറ്റേർണൽ ഇഗ്നേഷൻഷിപ്പ് ക്ലാസ്സുകളും അതുപോലെ അതിൻ്റെ ലാപ്ടോപ്പ് 60,000 രൂപ വില വരുന്ന ലാപ്ടോപ്പുകൾ 30,000 രൂപക്ക് കുട്ടികൾക്ക് നൽകാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ 1000കണക്കിന് വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ, അതുപോലെ വാട്ടർ ടാങ്കുകൾ, വാട്ടർ പ്യൂരിഫയർ, മൊബൈൽ ഫോണുകൾ, അതുപോലെ വളങ്ങൾ, ഫലവൃക്ഷത്തൈകൾ, അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ 2 വീലർ അടക്കം ജില്ലയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടാണ് നമുക്ക് 2024 തന്നെ 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് 2 വീലർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 2020 വുമൺ ഓൺ വീൽസ് എന്നാണ് ഇതിൻ്റെ പദ്ധതിയുടെ പേര്. 2026 വനിതകൾക്ക് 2 വീലർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രോഷറുകൾ മീഡിയ സെൽ ത്രൂ, അതായത് വാട്സപ്പ് ത്രൂ, അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സ്, പ്രൊമോട്ടർ ത്രൂ ജനങ്ങളിലേക്ക് എത്തുകയും അവരുടെ ഇഷ്ടപ്രകാരം അവർ അക്കൗണ്ടിലേക്ക് പണം അടക്കുകയും അവരെ ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്യുകയും അതിനോടനുബന്ധിച്ചിട്ട് ഓഗസ്റ്റ് 19, 20, 21 തീയതികളിൽ നമ്മളതിൻ്റെ ഒരു വെരിഫിക്കേഷൻ, അതായത് നോട്ടറിയേറ്റ് വലിയൊരു പ്രോഗ്രാമായിരുന്നു. 2-3 സ്ഥലങ്ങളിൽ നടന്നത്. ഒന്ന് ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടന്നു, ഒന്ന് ശ്രീകണ്ഠാപുരം വെച്ച് നടന്നു, ഒന്ന് കണ്ണൂർ അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ചു. വലിയൊരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള നോട്ടറി അറ്റസ്റ്റേഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. അത് കഴിഞ്ഞ ഇവരെ ഫണ്ട് ഫ്രീസായിട്ടുണ്ട് എന്ന് പറഞ്ഞ കാരണമാണ് ഡിലേ വന്നിട്ടുള്ളത് എന്ന് സാറ് നമ്മളെ ഇതിൽ CSR ഫണ്ട്, കമ്പനികളുടെ CSR ഫണ്ട് കിട്ടിയിരുന്നു ശരിക്കും? അതിനെക്കുറിച്ചിട്ട്, അതായത് ഈ ഫണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് വിവരം നൽകിയില്ല. ഞാൻ ജില്ലാ ഓഫീസിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കോർഡിനേറ്റേഴ്സ്, ഓരോ പഞ്ചായത്ത് തലത്തിൽ ഒരു കോർഡിനേറ്റർ, 3-4 പ്രൊമോട്ടർമാർ, അവരെ വെച്ചുകൊണ്ടാണ് പ്രാദേശിക തലത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള വനിതകൾക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ. ശമ്പളത്തിലാണോ എല്ലാവരും ജോലി ചെയ്തത്? ഓണറേറിയത്തിലാണ്. അതും ഈ കോർഡിനേറ്റർമാർക്ക് 3 മാസത്തെ ഓണറേറിയം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ എനിക്കും ഓണറേറിയം ബേസിലാണ് സോഷ്യൽ വർക്ക് എന്നുള്ള. എത്ര പൈസ കിട്ടുമോ?
എനിക്ക് കിട്ടുന്നൊരു 15,000 രൂപയാണ്. TA ഉൾപ്പെടെ ഉള്ളത് 15,000 രൂപയാണ് കിട്ടാറ്. കൃത്യമായിട്ട് 3 മാസത്തേത് കിട്ടാനുണ്ട് ബാക്കി. ഫണ്ടിങ് ഫ്രീസിങ് ആണ്. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. ചില കുറേ പ്രോജക്റ്റുകൾ ഞാൻ ഇതിൽ പങ്കെടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പ്രൊമോട്ടർമാർ, എത്ര ആളുണ്ട്? പ്രൊമോട്ടർമാർ 100-ൽ 150-ൽ മേലെ ഉണ്ടാവും. 55ഓളം കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവരെ കീഴിലാണ് ഈ പ്രൊമോട്ടേഴ്സൊക്കെ വരുന്നത്. പ്രൊമോട്ടേഴ്സിനും കോർഡിനേറ്റേഴ്സിനും ഒക്കെ പൈസ എങ്ങനെ കിട്ടുക? അവർക്കും ഇതേ രീതിയിൽ ഓണറേറിയം തന്നെയാണോ? അവർക്ക് ഫെസിലിറ്റേഷൻ ചാർജ് എന്നുള്ള രീതിയിലാണ് കിട്ടിയത്. ഇതിൻ്റെ ഇൻസെൻറ്റീവ് ഒന്നും ഇതുവരെയായിട്ട് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേങ്കിൽ നമുക്ക് തരും എന്നുള്ള സർക്കുലർ തരും എന്നുള്ള ഒരു വാക്കിൻ്റെ പുറത്താണ്, അനന്തുവിൻ്റെ വാക്കിൻ്റെ പുറത്താണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഫ്രീസായതും പെട്ടെന്നുണ്ടായ അറസ്റ്റോടനുബന്ധിച്ചിട്ടൊക്കെ പ്രോബ്ലം വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ നേരിട്ടത്. നമ്മളും ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു രീതിയിൽ. നിങ്ങളും വഞ്ചനക്കിരയാകുകയാണോ ചെയ്തത്? ശരിക്കും തീർച്ചയായും നമ്മളും വഞ്ചനക്കിരയാവുകയും ചെയ്തത്. അതായത് പറയാൻ കാരണം, ജനങ്ങളുടെ പ്രശ്നം കണ്ടുകൊണ്ട് തന്നെ ഐ എം എ സോഷ്യൽ വർക്കർ എന്ന നിലയിലും ഞാൻ ഈ അനന്തുവിനെ കാണാൻ വേണ്ടി എറണാകുളം പോയി. ഞാനും 2 കോർഡിനേറ്റർ ത്രൂ ആണ് എറണാകുളം പോയത് ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അവിടെ നിന്ന് എന്നെ കാണാൻ, ഞാൻ നാട്ടിലില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞു. തിരിച്ചു പോയിക്കോ, പിന്നീട് വന്നോളാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഞാൻ സാറിനെ കണ്ടിട്ടേ പോവുള്ളൂ, എനിക്ക് ഈ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ള രീതിയിൽ കണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇവിടെ 2 ദിവസം സ്റ്റേ ചെയ്തതിന് ശേഷമാണ് തൃശ്ശൂർ ഓഫീസിൽ വെച്ചിട്ടാണ് ഇയാളെ കാണുന്നതും. എല്ലാ കാര്യങ്ങളും 19-ാം തീയതി, 20-ാം തീയതി, 21-ാം തീയതി തീയതികളിൽ നമ്മുടെ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരാമെന്നുള്ള ഉറപ്പായിട്ടുള്ള വാക്ക്. നമ്മൾ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 45,000 രൂപ കളക്ടറേറ്റ് മൈതാനി ബുക്ക് ചെയ്തിട്ട് ഇപ്പോഴും അവിടെ കിടപ്പാണ്, ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ട്. ഞങ്ങൾ പറഞ്ഞത് എന്താണ്, ബില്ലിങ് സ്റ്റാർട്ട്. ബാക്കി എല്ലാ ഡീലർമാരെയും അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അവരുടെ പ്രോസസ്സിങ്ങുകളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള അറിയിപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ തട്ടിപ്പാണെന്ന് ഇപ്പം തോന്നുന്നുണ്ടോ? ഇപ്പം അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പം അറസ്റ്റിലായ ശേഷം തോന്നുന്നത്. അനന്തു അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ഓഡിയോ, ആരും പരാതി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു, അതും നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങളും അത് മറ്റുള്ളവരോട് പറഞ്ഞു, പരാതി ആരും കൊടുക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതും നിങ്ങൾക്കെതിരായ ഒരു കാര്യമായി അവർ പറയുകയാണ്. അതിലും നിങ്ങൾ വഞ്ചിക്കപ്പെടുക തന്നെയാണ് ചെയ്തത്. അതെ, അത് ശരിക്കും എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കോർഡിനേറ്ററെ സംബന്ധിച്ചിടത്തോളം, പ്രൊമോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും മുഖ്യം. നമ്മൾക്ക് ഒരു 5 രൂപ കിട്ടിയില്ലെങ്കിലും അവർ അടച്ചിരിക്കുന്ന പൈസക്കും അവർക്ക് മൂല്യമുണ്ട്, നമ്മൾക്കും അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. പൈസ തിരിച്ച് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? തിരിച്ചു കിട്ടാൻ ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ചെയർപേഴ്സൺ ഉണ്ട്, ഷീബ സുരേഷ്, അവരുമായിട്ട് വാട്സപ്പിലൂടെ പറഞ്ഞപ്പോൾ അനന്ത് പുറത്തു വരണം, എങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങൾക്കും പ്രതിവിധി ഉണ്ടാവുകയുള്ളൂ. 300, 400, 1000 കോടി എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. പക്ഷേ അക്കൗണ്ടിലാകെ 3 കോടി രൂപയേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. ഈ പണമൊക്കെ ആരുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് പോയത്? അനന്തുവിൻ്റെ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടാണോ, അല്ല ഇതിനു വേണ്ടി തന്നെ വേറെ കമ്പനിക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് എവിടെയാണ് പോയതെന്നറിയാമോ? സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവർ മേൽക്കിടയിലുള്ള ഒരു കാര്യങ്ങളും എന്നെ അറിയിക്കാറില്ല. ഞാൻ ഈ ഒരു പ്രോജക്റ്റ് മാനേജർ എന്ന പോസ്റ്റിൽ ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ നടപ്പിലാക്കുക എന്നുള്ള രീതിയിൽ ഫോമുകൾ. പഞ്ചായത്തുകളിൽ നിന്ന് പിന്തുണ കിട്ടിയിട്ടുണ്ടോ? പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ആണല്ലോ പേരുകൾ പറയുന്നത്. പഞ്ചായത്തിൻ്റെ പിന്തുണയും കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ വിളിക്കുന്നിടത്തൊക്കെ പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്, MLA അടക്കം വന്നിട്ടുണ്ടല്ലോ. പഞ്ചായത്ത് മെമ്പർമാർ വന്നിട്ടുണ്ട്, MLA മാർ വന്നിട്ടുണ്ട്, MP മാർ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർ നല്ല ഉപകാരപ്രദമായിട്ടുള്ള പ്രോജക്റ്റ് ആണെന്ന നിലയിൽ അവർ വന്നിട്ട് ഞങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. പല മെമ്പർമാരും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങിയിട്ടുമുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു തട്ടിപ്പാണ് എന്ന് നമുക്ക് തോന്നുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഇതിൽ പെട്ടുപോയത്? തട്ടിപ്പാണെന്നുള്ള നമ്മൾ പിന്നീടാണ് അറിയുന്നത്. അതായത് തട്ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിൽ കാണുന്നത്, നമ്മൾ 30 കോടിയോളം പ്രോജക്റ്റുകൾ കണ്ണൂർ ജില്ലക്ക് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞു.
അപ്പം ഈ 2 വീലറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വന്നപ്പോഴാണ് ഈ അറസ്റ്റ് വാറൻറ്റും നമുക്ക് ഡേറ്റ് തന്നതാണ്, അറസ്റ്റ് വാറൻറ്റും ഒക്കെ വരുന്നത്. എങ്കിലും അപ്പോഴാണ് മീഡിയാസ് ത്രൂവിലൂടെയാണ് അറിയുന്നത് ഇത് വളരെ വലിയൊരു തട്ടിപ്പാണ്, നമ്മളും കൂടി ഇതിന് ഇരയായിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തട്ടിപ്പിന് ഇരയായ ആളുകൾക്കൊപ്പം തന്നെയാണോ നിങ്ങൾ? അതെ, തട്ടിപ്പിനിരയായ ആളുകൾക്കൊപ്പം ജനങ്ങളുടെ പ്രശ്നമാണ് നമ്മളുടെ മുഖ്യ വിഷയം. അവരെ പരിഭ്രാന്തിരാക്കുന്ന രീതിയിൽ മാധ്യമങ്ങളൊക്കെ രീതിയിൽ പറയുന്നത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആധികാരികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നാണ് എനിക്ക് ഇൻഫർമേഷൻ ഇവിടുന്ന് ജില്ലാ മേലധികാരികളുടെ പോലീസിൻ്റെയും ഇൻഫർമേഷനിലൂടെ ലഭിക്കുന്നത്. എന്തായാലും നമ്മൾ അവരുടെ കൂടെ തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള ഈ എമൗണ്ട്, ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ളവർക്കാണ് പണം നഷ്ടപ്പെട്ടില്ല. അവരെ കൂടെ തന്നെ നിന്നുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചെടുക്കുവാൻ നമ്മളുടെ മേലധികാരികളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് നമ്മൾക്ക് ഉണ്ടാവണം. നമ്മൾ കോർഡിനേറ്റർമാരും പ്രൊമോട്ടർമാരും ഞാനടക്കമുള്ള കുറേ ആൾക്കാർ ഇതിൽ ബലിയാടുകളായിട്ട് മാറിയിട്ടുണ്ട്. അവർ വല്ലാത്ത രീതിയിൽ മെൻ്റലി ഫിസിക്കലി ഹരാസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറുകയാണ്. അത്തരത്തിലുണ്ടാവാൻ പാടില്ല. ഇതിൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മളുടെ മേലധികാരികൾ, നമ്മളുടെ ഭരണകൂടം തന്നെ നമ്മോടൊപ്പം നിൽക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുകളോ നടത്തിയിട്ടില്ല? ഇല്ല. എനിക്ക് ജില്ലാ പ്രോജക്റ്റ് മാനേജർ നിലയിൽ അക്കൗണ്ടുകളോ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അതിനു വേണ്ടി നമുക്ക് നിർദ്ദേശങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നില്ല. ക്യാഷ് ഇടപാടുകൾ അല്ലെങ്കിൽ ഇവരുടെ പ്രോജക്റ്റുകൾ മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാത് സീഡ് സൊസൈറ്റികളുടെ അക്കൗണ്ട് ത്രൂ മാത്രമാണ്. അവർ പ്രൊപ്പറേറ്ററായിട്ട് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ അവരിലൂടെയാണ് കാര്യങ്ങളൊക്കെ സ്പിയാർട്സിൻ്റെ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ പ്രൊഫഷണൽ ഇന്നോവേഷൻസ്, സോഷ്യൽ ബി വെഞ്ചേഴ്സ്, ഗ്രാസ് റൂട്ട് ഇമ്പാക്റ്റ് എന്നുള്ള ആ രീതിയിലുള്ള അക്കൗണ്ടുകളിലേക്ക് സെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒന്നും വന്നില്ല? ഇല്ല. എന്തായാലും വളരെ സംസ്ഥാനത്ത് ആകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തട്ടിപ്പാണ് ഈ അനന്തകൃഷ്ണൻ്റെ സീഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തട്ടിപ്പ്. ആ തട്ടിപ്പിലെ ഇരയാക്കപ്പെട്ടവർ ആയിരക്കണക്കിന് ആളുകളാണ്. ആ ഇരയാക്കപ്പെട്ടവർക്കൊപ്പം ഈ പ്രൊമോട്ടർമാരും ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. നാട്ടിൽ ഈ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആളുകളെയൊക്കെ, സ്ത്രീകളെയൊക്കെ സമീപിച്ചുകൊണ്ട് അവർക്ക് ഒരു പ്രൊജക്റ്റ് നൽകുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ അതിന് സാമ്പത്തികമായ പ്രതിഫലം നൽകും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇങ്ങനെ ആളുകളെ, വലിയ തോതിൽ ആളുകളെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ഈ തട്ടിപ്പിൻ്റെ ഇരകളാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഏതായാലും ഈ പണം നൽകിയ ആളുകളെ പോലെ തന്നെ അവരെ ചേർത്ത ആളുകളും ഇതിൻ്റെ ഇരയായി മാറുകയാണ് ചെയ്യുന്നത്, തട്ടിപ്പിനിരയാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പണം നൽകിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ട് അറിയുന്നത് ഇവരെയൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇവരെയും പ്രതി ചേർക്കണം എന്ന് അവർ പറയുന്നത്. പക്ഷേ പണം പോയത്, മുഴുവൻ പണവും പോയത് ഈ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടുകളിലേക്കാണ്. ഈ പ്രൊമോട്ടർമാരുടെയോ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജറുടെയോ അക്കൗണ്ടിലേക്കൊന്നും ഒറ്റ പൈസയും പോയിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. കണ്ണൂരിൽ പ്രത്യേകമായി തന്നെ കേസെടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സീഡിൻ്റെ കണ്ണൂർ ജില്ലാ ഓഫീസ് സീൽ ചെയ്യുകയും അവിടെ റെയ്ഡ് ചെയ്യുകയും ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.